ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുനിഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ഷേപ്സ് ആൻഡ് പാറ്റേൺ എന്നുള്ള ഈ ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതിനകത്ത് കൂടുതലായിട്ടും നിങ്ങൾ പഠിക്കുന്നത് ഷേപ്പുകളെ കുറിച്ച് തന്നെയാണ് അല്ലെ. ശരിക്കും ഒരു ഷേപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷേപ്പുകൾ നമുക്ക് ഉണ്ടായി വരുന്നത് രണ്ട് സൈഡുകൾ മാത്രം മതിയാകുമോ? വെറും രണ്ട് സൈഡുകൾ കൊണ്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഷേപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. സോ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഷേപ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം, ഏറ്റവും ബേസിക് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. സോ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കുക. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ഷേപ്സിനെ കുറിച്ച് അല്ലേ. ഷേപ്പുകൾ ഒരിക്കലും രണ്ട് സൈഡുകൾ മാത്രം ഉണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് ഷേപ്പ് ആവില്ല. സോ മൂന്നാമതൊരു സൈഡും കൂടെ ഉണ്ടാവുമ്പോഴാണ് അവിടെ ക്ലോസ്ഡ് ആവുന്നത്. എന്താ ഈ ക്ലോസ്ഡ് ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഉള്ളിൽ ഒരു ഉറുമ്പ് കയറിയെന്ന് വിചാരിച്ചോ, ആ ഉറുമ്പിന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താണ്? എല്ലാ സൈഡും ക്ലോസ്ഡ് ആണ്. ബട്ട് ഈ ഒരു ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഉറുമ്പ് കയറുകയാണെങ്കിൽ അതിന് പുറത്തേക്ക് പോകാൻ സ്പേസ് ഇല്ലേ? ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ, ഏറ്റവും കുറവ് സൈഡുകളോട് കൂടിയിട്ടുണ്ടാവുന്ന ഷേപ്പിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് വിളിച്ചത് അല്ലെ. ട്രയാങ്കിളിന്റെ കുടുംബത്തിലും കുറെ ആളുകളുണ്ട്. നമ്മൾ വെറും ട്രയാങ്കിൾ എന്ന് മാത്രം പഠിച്ച് അവരിൽ ആരൊക്കെയാണ് വേറെ വേറെ പേരുകളുള്ള ട്രയാങ്കിൾ എന്നൊന്നും അറിയാതായി പോകരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രയാങ്കിളിന്റെ ഫാമിലിയിൽ കുടുംബത്തില് 3 തരം ട്രയാങ്കിൾസ് ഉണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഐസോസിലസ് ട്രയാങ്കിൾ, സെക്കൻഡ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, തേർഡ് വൺ സ്കെയിലിംഗ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന 3 ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഐസോസിലസ് ട്രയാങ്കിൾ എന്താണെന്നുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം എന്താ ഐസോസിലസ് ട്രയാങ്കിൾ. ഈ ഐസോസിലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളും രണ്ട് ആംഗിൾസുകളും, ഈ സൈഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ രണ്ട് ആംഗിൾസുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 2 സൈഡ്സുകളും 2 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിനെ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ദെൻ ഇക്വിലാറ്ററൽ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഈക്വൽ ആയിരിക്കും. ആരാ ഈക്വൽ? 3 ആംഗിൾസുകളും അതുപോലെ 3 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ അതിനെ ഇക്വിലാറ്ററൽ എന്ന് പറയും. സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ പറയുക? യെസ്, ആ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എടാ സൈഡ്സുകളോ ട്രയാങ്കിളുടെ ആംഗിൾസുകളോ ഒന്നും ഈക്വൽ അല്ലെങ്കിൽ അതാണ് സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇതിന് 3 സൈഡ് ഈക്വൽ ആണോ? 3 ആംഗിൾസ് ഈക്വൽ ആണോ? അല്ല. അത്തരത്തിലുള്ളതാണ് മൂന്നാമത്തെ ആളുകൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഐസോസിലർ ട്രയാങ്കിൾ, ദെൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദെൻ തേർഡ് വൺ സ്കെയിലിംഗ് ട്രയാങ്കിൾ. ഈ 3 ആൾക്കാരും ട്രയാങ്കിൾ ഫാമിലിയിലുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ 4 സൈഡുള്ള ഷേപ്പിന് നിങ്ങൾ ഏത് പേരിലാണ് വിളിച്ചത്? 4 സൈഡാണ് റെക്ടാങ്കിൾ അല്ലേ മിസ്സേ, അല്ലെങ്കിൽ സ്ക്വയർ അല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു അല്ലെ. ഈ റെക്ടാങ്കിളും സ്ക്വയറും ഒക്കെ ശരിക്കും പറയുവാണെങ്കിൽ ആരുടെ കുടുംബത്തിൽ വരുന്നതാ? ഈ ട്രയാങ്കിൾ കുടുംബത്തിൽ ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഈ റെക്ടാങ്കിളും സ്ക്വയറും ഒക്കെ ആരായിരിക്കും? യെസ്, 4 സൈഡുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗറിനെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. എന്താ പറയാ? ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ക്വാഡ്രിലാറ്ററൽ ഫാമിലിയിൽ എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇവരൊക്കെ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ എല്ലാപ്പോഴും പറയുന്ന ആളാണ് ഈ റെക്ടാങ്കിൾ, അതുപോലെ സ്ക്വയർ. ഇതൊക്കെ ക്വാഡ്രിലാറ്ററൽ 4 സൈഡുള്ള ഫാമിലിയിലെ 2 പേർ മാത്രമാണ്. ബാക്കി മക്കളെയൊക്കെ നമുക്ക് നോക്കണം അല്ലേ. സോ ഇതൊരു വലിയ കുടുംബമാണ് ക്വാഡ്രിലാറ്ററൽ. അതിൽ ഒത്തിരി മക്കളുണ്ട്, അവിടെ ഒത്തിരി മക്കളുണ്ട്. സോ നോക്കാം, ആദ്യം നിങ്ങൾ പറഞ്ഞ റെക്ടാങ്കിളിൽ തന്നെ നോക്കാം. റെക്ടാങ്കിളിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. എന്താണ് റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, യെസ്, റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതുപോലെ നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരാളാണ് സ്ക്വയർ. സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്, അതുപോലെ എല്ലാ ആംഗിളുകളും ഈക്വൽ ആണ്, 90 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താ? മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, യെസ്, ഇതിന്റെ വികർണങ്ങൾ എന്ന് പറയും. ഡയഗണൽസ് ജോയിൻ ചെയ്തത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടായിരിക്കും. ഇതൊന്നും ഈ ഒരു കുഞ്ഞി ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനില്ല. വലുതാകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാനുണ്ടായിരിക്കും. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഇനി അതല്ലാതെ മറ്റൊരാളെയും കൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതാണ് പാരലലോഗ്രാം. കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചതുരത്തിന് ഒരു ചവിട്ട് കിട്ടിയ പോലെ ഇങ്ങനെ ചരിഞ്ഞു പോയി ഇല്ലേ, മോഹൻലാൽ പോലെ ഇരിക്കണതാ. ചരിഞ്ഞിരിക്കുന്നു. ആര്? റെക്ടാങ്കിൾ ചരിഞ്ഞ രൂപമാണ് ആര്? പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ പ്രത്യേകത എന്താ? ഇതിനും ഓപ്പോസിറ്റ് സൈഡുകൾ എന്താ? ഈക്വലും പാരലലുമാണ്. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആൻഡ് പാരലൽ ആണ്. ദെൻ ഓപ്പോസിറ്റ് ആംഗിൾസുകൾ ഈക്വൽ ആണ്. കണ്ടോ, ഈ വലിയ ആംഗിൾ ഈക്വൽ ആണ്. അടുത്തടുത്തുള്ള ആംഗിൾസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. സോ ഈ പാരലലോഗ്രാമും ഇവിടെ കാണുന്ന റോംബസ്, കണ്ടോ, ആ ആളെ പേര് നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോളാം. റോംബസ്. ഇയാളെ കാണാൻ ഒരുപോലെ ഉണ്ടല്ലേ, ഏട്ടനും അനിയനും പോലെയുണ്ട്. സോ റോംബസിന്റെ പ്രത്യേകത എന്തായിരിക്കും? പാരലലോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ റോംബസിന്റെ എല്ലാ സൈഡ്സുകളും ഈ സ്ക്വയർ കുട്ടനെ പോലെ ഈക്വൽ ആയിരിക്കും. റോംബസ് ചരിഞ്ഞിട്ടാണെങ്കിലും സൈഡ്സുകളെല്ലാം ഈക്വൽ ആയിരിക്കും. ഇനി നേരത്തെ നിങ്ങൾ പാരലലോഗ്രാമിന് കണ്ടിട്ടുള്ള ആംഗിൾസിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ അതൊക്കെ റോംബസ് കൂട്ടനും ഉണ്ട് കേട്ടോ.
അതൊക്കെ പഠിക്കുക. ദെൻ വേറൊരാളാണ് ട്രപ്പീസിയവും ഐസോസിലസ് ട്രപ്പീസിയവും. ഓക്കെ, എന്തേ ട്രപ്പീസിയത്തിന് ഒരൊറ്റ സൈഡ് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, പാരലൽ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി രണ്ട് സൈഡും പാരലൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. സോ ഈ ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ് എന്ത് ട്രപ്പീസിയം എന്ന് പറയുന്നത്. കണ്ടോ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു തരം സൈഡ്, ഒരു ജോഡി സൈഡ് മാത്രം പാരലൽ ആയിരിക്കും, മറ്റു രണ്ടെണ്ണം എന്തായിരിക്കില്ല, പാരലൽ ആയിരിക്കില്ല. ദെൻ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്, കാണാൻ തന്നെ ഒരു മൊഞ്ചുണ്ട് അല്ലെ. കാര്യം എന്താ വെച്ചാൽ ഈ ട്രപ്പീസിയത്തിനേക്കാളും കുറച്ചുകൂടെ എന്താണത്, കുറച്ചൊരു വൃത്തിയുള്ള ആളാണ്. കാര്യം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, വൺ പെയർ പാരലൽ ആണ്. അതേപോലെ അടുത്ത പെയർ രണ്ടും എന്താണ്, ഈക്വലുമാണ്. ദെൻ കണ്ടോടാ, ഈ അടുത്തടുത്തുള്ള ആംഗിൾസുകൾ എന്താ, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള 4 സൈഡഡ് ആയിട്ടുള്ള ഷേപ്പുകളെ പൊതുവെ നമ്മൾ വിളിക്കുന്നതാണ് ക്വാഡ്രിലാറ്ററൽ. സോ ഒരു ക്വാഡ്രിലാറ്ററൽ കുടുംബത്തിലുള്ള ഇത്രയും പേര് എന്തെങ്കിലും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. സോ അതുപോലെ 3 സൈഡഡ് ആയിട്ടുള്ള ട്രയാങ്കിളിന്റെ ഫാമിലിയിലും ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ് നമ്മൾ ഷേപ്സ് ആൻഡ് പാറ്റേൺസ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ. സോ ആ ചാപ്റ്ററിന്റെ ലൈവ് ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്ത് ചെയ്യുക, ചാപ്റ്റർ കാണുക. അതുപോലെ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന ഓരോ ചാപ്റ്റേഴ്സുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ദെൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല്, നാളെ നിങ്ങൾക്ക് നമ്മളുടെ പുതിയൊരു ചാപ്റ്ററിന്റെ ലൈവായിട്ട് നിങ്ങൾക്ക് അമൃത മിസ് ലൈവിൽ വരുന്നുണ്ടായിരിക്കും. സോ ആരും മിസ് ചെയ്യണ്ട. നാളത്തെ ലൈവ് എന്തായാലും നമ്മളുടെ ചാനലിൽ കയറിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, കൃത്യസമയത്ത് തന്നെ വെയിറ്റ് ചെയ്തിരുന്നോളാം ലൈവ് കാണാൻ വേണ്ടിയിട്ട്. സോ തൊട്ടടുത്ത വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാത്സ് തന്നെ എന്തുണ്ടായിരിക്കും, മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും ആയിട്ട് ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ലൈവ് പോലും മിസ് ചെയ്യാതെ തന്നെ മക്കൾ വാച്ച് ചെയ്യുക. എല്ലാം എന്ത് ചെയ്യുക, അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്തൊരു ലൈവിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.